സുഹൃത്തുക്കളെ, മഹാരാവണ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ യാത്ര എവിടേക്കാണ് എന്നല്ലേ? ഹൈദരാബാദിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചൗമഹല്ല പാലസ് കാണാനാണ് ഞങ്ങൾ പോയത്. അസഫ് ജാഹി വംശത്തിലെ നിസാംസ്മാരുടെ രാജകീയ തനിമയും ആഡംബര ജീവിതവും പ്രകടമാകുന്ന അതുല്യമായ കൊട്ടാര സമുച്ചയമാണ് ഇത്. ചൗ എന്നത് പേർഷ്യൻ വാക്ക് ആണ്. 4 എന്നാണ് ഇതിന് അർത്ഥം വരുന്നത്. മഹല്ല എന്നാൽ കൊട്ടാര ഭാഗം അഥവാ ചൗമഹല്ല എന്നത് 4 കൊട്ടാരങ്ങൾ എന്നാണ് അർത്ഥമാക്കുന്നത്. അഫ്സർ മഹൽ, താനിയാത്ത് മഹൽ, മസ്താൻ മഹൽ, ഗില്ലോത്ത് മുബാറക് ഈ 4 മഹലുകൾ ചേർന്നതാണ് ചൗമഹല്ല പാലസ്. ചൗമഹല്ല പാലസിന് ഏകദേശം 12 ഏക്കർ വിസ്തീർണമുണ്ട്. ഈ കൊട്ടാരത്തിന്റെ നിർമ്മാണം 1750 മുതൽ 1869 വരെ നീണ്ടുനിന്നു. ഹൈദരാബാദിലെ നിസാം സലാബത്ത് ജംഗ് ആണ് ആദ്യമായി ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത്. പിന്നെ അദ്ദേഹത്തിന്റെ പിൻഗാമികൾ അത് പൂർത്തിയാക്കി. ഈ കൊട്ടാരത്തിന്റെ വാസ്തുവിദ്യ അത്യന്തം മനോഹരമാണ്. ഇൻഡോ പേർഷ്യൻ, മുഗൾ, യൂറോപ്യൻ ശൈലികളുടെ അതുല്യ മിശ്രണം. മികച്ച കലാപാരമ്പര്യത്തിന്റെ ഉദാഹരണമാണ് ഇത്. നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് ഗില്ലോത്ത് മുബാറക് ഹാൾ. വലിയതും ഭംഗിയേറിയതുമായ ഈ ഹാളിൽ നിസാമുമാർ ഔദ്യോഗിക ചടങ്ങുകൾ, ഭരണകാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്നു. ഹൈദരാബാദ് യാത്രയിൽ ഇത് ഒഴിവാക്കാനാവാത്ത മനോഹരമായ സ്ഥലമാണ്. ചൗമഹല്ല പാലസിന് ചുറ്റും മനോഹരമായ തോട്ടങ്ങളും പ്രാചീന കെട്ടിടങ്ങളും ആകർഷകമായ പാതകളും എല്ലാം ചേർന്നതാണ് ഈ സ്ഥലം അതിന്റെ ഭംഗി നിലനിർത്തുന്നത്. ഇവിടെ നിസാമുകളുടെ പഴയ വാഹനങ്ങൾ, ആഭരണങ്ങൾ, കിരീടങ്ങൾ, വസ്ത്രങ്ങൾ, പഴയ ഭരണരേഖകൾ തുടങ്ങിയ അനവധി പുരാവസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്നു. പാലസിനുള്ളിലെ ക്ലോക്ക് ടവർ ഇപ്പോഴും സമയം കൃത്യമായി കാണിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ചൗമഹല്ല പാലസ് ഹൈദരാബാദിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ്. പ്രതിദിനം 100 കണക്കിന് സന്ദർശകരാണ് ഇവിടേക്ക് എത്തുന്നത്. വിവാഹങ്ങൾ, ഫോട്ടോഷൂട്ടുകൾ, സാംസ്കാരിക പരിപാടികൾ എല്ലാം ഇവിടെ നടക്കാറുണ്ട്. ചൗമഹല്ല പാലസ് അതിന്റെ സൗന്ദര്യത്തോടും രാജകീയതയോടും ഹൈദരാബാദിന്റെ ചരിത്രത്തെയും ഗൗരവത്തെയും അഭിമാനത്തോടെ വിളിച്ചോതുന്നു. ചരിത്രം, കല, ആഡംബരം, ആഹ്ലാദം എല്ലാം ഒത്തുചേരുന്ന ഒരു ലോകമാണിത്. ഇതാണ് ഹൈദരാബാദിന്റെ ഹൃദയത്തിലെ ചൗമഹല്ല പാലസ്. ഇതുപോലെ കൂടുതൽ ചരിത്രയാത്ര വീഡിയോകൾക്കായി നമ്മുടെ ചാനലിലെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി.